ഇസ്രായേലിനോടും കരുത്തരായ അമേരിക്കയോടും പിടിച്ചു നിൽക്കണമെങ്കിൽ ഇറാന് അത്യാധുനിക ആയുധങ്ങൾ തന്നെ ആവശ്യമുണ്ട്. നിലവിൽ ഉപരോധങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിയിരുന്ന രാജ്യമാണ് ഇറാൻ. അതിനാൽ അവർക്ക് കൂടുതൽ കരുത്തുറ്റ ആയുധങ്ങൾ ലഭ്യമാക്കാൻ സാധിച്ചിരിക്കില്ല. അവർ തന്നെ നിർമ്മിച്ചെടുത്ത ഡ്രോണുകളും മിസൈലുകളുമൊക്കെയാണ് ഇറാൻ്റെ ഇപ്പോഴത്തെയും എക്കാലത്തെയും കരുത്ത്. എന്നാൽ 1000 കിലോമീറ്ററുകൾ കടന്ന് ഇസ്രയേലിലേക്ക് ഈ മിസൈൽ പതിയണമെങ്കിൽ കടമ്പകൾ ഏറെയുണ്ട്. ഇസ്രയേലിൻ്റെയും ഇറാൻ്റെയും ആയുധബലം എന്തൊക്കെയാണ്? 2022 പുറത്തു വന്ന ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇരു രാജ്യങ്ങളുടെയും കണക്കുകൾ ഏകദേശം ഇങ്ങനെയാണ്. ഇതിൽ ചെറിയ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. മിലിറ്ററി ബഡ്ജറ്റാണ് അതിൽ ഏറ്റവും ആത്യന്തികമായിട്ടുള്ളത്. അത് ഇസ്രയേലിൻ്റേത് വളരെ വലുതാണ്. $23 ബില്യൺ ഇസ്രയേലിൻ്റേത്. ഇറാൻ്റേത് കേവലം $6.8. ഇസ്രയേലിന് 1.7 ലക്ഷം ആക്റ്റീവ് സൈനികരും 4.5 ലക്ഷം വരെ റിസർവ് സൈനികരുണ്ട്. ഇറാന് 5.4 ലക്ഷം ആക്റ്റീവ് സൈനികരും 3.5 ലക്ഷം റിസർവ് സൈനികരുമാണുള്ളത്. ഇറാൻ്റെ ഏറ്റവും വലിയ കരുത്ത് അവരുടെ കയ്യിലുള്ള ഹ്രസ്വദൂര ദീർഘദൂര മിസൈലുകൾ തന്നെയാണ്, ഒപ്പം ഡ്രോണുകളും. ഇസ്രയേലിൻ്റെ കയ്യിൽ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയുള്ള മിസൈലുകളാണെങ്കിൽ ഇറാൻ്റെ കയ്യിൽ കൂടുതൽ പ്രഹരശേഷിയുള്ള ധാരാളം മിസൈലുകളുണ്ട് എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ജെറിക്കോ എന്ന 4500 മുതൽ 6500 വരെ കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്ന മിസൈലുകൾ ഇസ്രയേലിൻ്റെ കയ്യിലുള്ളപ്പോൾ ഷജിൽ എന്ന 2000 കിലോമീറ്റർ സഞ്ചരിക്കുന്ന മിസൈൽ ഇറാൻ്റെ കയ്യിലുമുണ്ട്. നേരത്തെ ഉത്തര കൊറിയ മറ്റൊരു മിസൈൽ പരീക്ഷിച്ചിരുന്നു. ഏകദേശം 15000 കിലോമീറ്ററുകൾ കടന്ന് ചെല്ലാൻ അതിന് സാധിക്കും എന്നാണ്. ഇതേ മിഷനറി ഇറാൻ്റെ കയ്യിലും ഉണ്ട് എന്നാണ് പാശ്ചാത്യ രാജ്യങ്ങൾ വിശ്വസിക്കുന്നത്. ഇറാൻ പുറത്തോട്ട് കാണിക്കുന്ന ഈ 2000 കിലോമീറ്റർ അല്ല അവരുടെ ശേഷി എന്നത് തന്നെയാണ് അവർ മനസ്സിൽ വെച്ച് നടക്കുന്നത്. ഒപ്പം തന്നെ ഷബാബ് എന്ന 1300 കിലോമീറ്റർ സഞ്ചരിക്കുന്ന മിസൈലുകളും ഇറാൻ്റെ കയ്യിലുണ്ട്. ഇറാൻ്റെ ഏറ്റവും വലിയ കരുത്ത് ക്രൂയിസ് മിസൈലുകളാണ്. 700 കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്ന ഖയ്യാം 1 എന്ന മിസൈലുകൾ ഇറാൻ്റെ കയ്യിലുള്ളപ്പോൾ 300 കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രയേലിൻ്റെ കയ്യിലുള്ളത്. പോപ്പി ഹാസ് എന്ന 100 കിലോമീറ്റർ സഞ്ചരിക്കുന്ന എയർ ലോഞ്ച്ഡ് മിസൈൽ ഇസ്രയേലിൻ്റെ കയ്യിലുള്ളപ്പോൾ ടെൻഡർ ഫത്താഹ് സാഹബ് എന്ന 150 മുതൽ 500 കിലോമീറ്റർ വരെയുള്ള ആയുധങ്ങൾ ഇറാൻ്റെ കയ്യിലുണ്ട്. 400ഉം 240ഉം കിലോമീറ്റർ സഞ്ചരിക്കുന്ന വാർഷിപ്പുകളിൽ നിന്നും തൊടുക്കാവുന്ന മിസൈലുകൾ ഇസ്രയേലിൻ്റെ കയ്യിലുള്ളപ്പോൾ റാഡ് എന്ന 350 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈലാണ് ഇറാൻ്റെ കയ്യിലുള്ളത്. 250 ഫൈറ്റർ ജെറ്റ് ഉൾപ്പെടെ 500 എയർക്രാഫ്റ്റുകളാണ് ഇസ്രയേലിനുള്ളത്. 180 ഫൈറ്റർ ജെറ്റ് ഉൾപ്പെടെ 340 എയർക്രാഫ്റ്റുകളാണ് ഇറാൻ്റെ കൈവശവുമുള്ളത്. ഏറ്റവും പുതിയ F-16 ഫാൽക്കൺ, F-15 ഈഗിൾ ഇനത്തിൽപ്പെട്ട യുദ്ധവിമാനം ധാരാളം ഇസ്രയേലിൻ്റെ കയ്യിലുള്ളപ്പോൾ പഴയ സുഖോയ് എന്നതും സോവിയറ്റിൻ്റെ മിഗ് എന്നതുമാണ് ഇറാൻ്റെ കയ്യിലുള്ളത്. 500 കിലോഗ്രാം വരെ ഭാരം വഹിക്കാൻ ശേഷിയുള്ള 2000 കിലോമീറ്റർ കടന്നു ചെന്ന് ആക്രമിക്കാൻ ശേഷിയുള്ള ഡ്രോണുകളാണ് ഇറാൻ്റെ മുതൽക്കൂട്ട്. ഈ ഡ്രോണുകളാണ് റഷ്യ ഉക്രൈനെതിരെ ഉപയോഗിച്ചിരുന്നത്. സുൽഫിക്കർ, കറാർ എന്നീ ടാങ്കുകളാണ് ഇറാൻ്റെ കരുത്തെങ്കിൽ മെർക്കവ ടാങ്കുകളാണ് ഇസ്രയേലിൻ്റെ കരുത്ത്. 7 യുദ്ധക്കപ്പലുകളും 7 സബ്മറൈൻസും ഇസ്രയേലിനുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും അതൊരിക്കലും ഔദ്യോഗികമല്ല. കാരണം അതിലും കൂടുതൽ അവരുടെ കൈവശം എപ്പോഴും ഉണ്ടാകും. അത് ഒരു രാജ്യവും ഒരിക്കലും പുറത്തുവിടാറില്ല. 6, 3 എന്നിങ്ങനെയാണ് ഇറാൻ്റെ കരുത്ത്. ഒപ്പം കടൽ യുദ്ധത്തിൽ അല്പം മേൽക്കൈ ഇറാന് സ്വന്തവുമാണ്. കാരണം ധാരാളം കടൽ തീരവും കപ്പലുകളും ഇറാൻ്റെ കൈവശമുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഏത് രീതിയിലാണ് യുദ്ധമുണ്ടാവുക എന്നതും എങ്ങനെയാണ് ഓരോ ആയുധവും പ്രയോഗിക്കാൻ കഴിയുക എന്നതുമാണ് യുദ്ധതന്ത്രങ്ങളിലെ പ്രധാനം. അവ ഫലപ്രദമായി ആരാണോ ഉപയോഗിക്കുന്നത് അവർക്കാണ് യുദ്ധത്തിൽ മേൽക്കൈയും ലഭിക്കുക. ലോകത്തിലെ ഏറ്റവും മികച്ച മിസൈൽ പ്രതിരോധ സിസ്റ്റം ഉള്ളത് ഇസ്രയേലിൻ്റെ കൈവശമാണ്. അതേസമയം തന്നെ ഇസ്രയേലിൻ്റെ വ്യോമ സൈനിക വിഭാഗവും ഏറ്റവും കരുത്തരും സാങ്കേതികമായി ഏറെ മികവ് പുലർത്തുന്നവരാണ്. ഈ സാഹചര്യത്തിൽ ഇറാൻ എന്ത് ചെയ്യുമെന്നുള്ള സംശയം പലർക്കുമുണ്ട്. അതിനുള്ള ഉത്തരമാണ് റഷ്യയുടെ സഹായം എന്നത്. റഷ്യയിൽ നിന്നും 5 സൈനിക വിമാനങ്ങൾ നിറയെ ആയുധങ്ങൾ എത്തി എന്നതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നൊരു വിവരം. എന്നാൽ വന്ന വിമാനത്തിൽ എന്തുതരം ആയുധമാണ് എന്നത് സംബന്ധിച്ചൊരു വിവരവും ഇപ്പോഴും ആർക്കും വ്യക്തമല്ല. പുറത്തു വരുന്ന ചില വിവരങ്ങൾ പ്രകാരം മിസൈൽ പ്രതിരോധ സിസ്റ്റങ്ങളാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇവയാണെങ്കിൽ ഇസ്രയേലിൻ്റെ യുദ്ധവിമാനങ്ങളെയും മിസൈലുകളെയും പ്രതിരോധിക്കാൻ ഇറാന് ശേഷിയുള്ളതുമാണ്. ഇറാൻ അവ ഏറെ ഉപകാരപ്പെട്ടതുമാണ്. നേരത്തെ തന്നെ അഥവാ 2016 റഷ്യൻ നിർമ്മിത
300 PMU-2 എന്ന റഷ്യൻ വ്യോമ പ്രതിരോധ സിസ്റ്റം ഇറാൻ സ്വന്തമാക്കിയിരുന്നു. ഇതിൻ്റെ അപ്ഡേറ്റഡ് വേർഷനായ S-400 ആണ് റഷ്യ വരെ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഈ പ്രതിരോധ സിസ്റ്റമാണ് റഷ്യ കൈമാറിയത് എന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ റഷ്യയുടെ കൈവശമുള്ള X-400 ട്രയംഫ് എയർ ഡിഫൻസ് മിസൈൽ സംവിധാനം തങ്ങൾക്ക് വേണമെന്ന് ഇറാൻ റഷ്യയോട് ആവശ്യപ്പെട്ടിരുന്നതുമാണ്. കൂടാതെ ഹ്രസ്വവും ഇടത്തരവുമായ റഷ്യൻ ബക്ക് ടോർ സംവിധാനങ്ങളും ഇറാനിൽ പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഇറാൻ ഓർഡർ ചെയ്ത Su-35 ഫ്ലാങ്കർ എയർ സുപ്പീരിയോറിറ്റി ഫൈറ്ററുകൾ വേഗത്തിൽ ലഭ്യമാക്കാനും ഇറാൻ റഷ്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുറഞ്ഞത് 2 ഡസൻ ഇത്തരത്തിലുള്ള ജെറ്റുകളെങ്കിലും തങ്ങൾക്ക് ലഭ്യമാക്കണം എന്നാണ് ഇറാൻ്റെ ആവശ്യം. ഇറാൻ്റെ ഈ മുൻകരുതലുകളും ഇറാൻ്റെ ഈ ശേഷിപ്പും റഷ്യയുടെ ഈ സഹായവും ഒക്കെയാണ് ഇറാന് ധൈര്യം പകരുന്നതും ഇറാനെ വിശ്വസിക്കുന്ന രാജ്യങ്ങൾക്ക് ഇറാനോടുള്ള വിശ്വാസത്തിൻ്റെയും പ്രധാന കാരണം. ഈ ഒരു ഇറാൻ്റെ കൈവശം ഇറാൻ സ്വന്തമായിട്ട് തന്നെ എല്ലാ ഉപരോധങ്ങളിലെയും മറികടന്നുകൊണ്ട് ഇറാൻ ഉൽപ്പാദിപ്പിച്ചെടുത്ത ഡ്രോണ് റഷ്യ പോലെ ലോകത്തിലെ നമ്പർ 1 സൈനിക രാജ്യം ഉപയോഗിക്കണമെങ്കിൽ ഇറാൻ്റെ കയ്യിൽ ഈ ഡ്രോൺ സാങ്കേതിക ശേഷി മാത്രമായിരിക്കില്ല ഉണ്ടാവുക എന്നൊരു ഉൾഭയമാണ് അമേരിക്കക്കും അതോടൊപ്പം തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഇസ്രയേലിനുമൊക്കെ ഉള്ളത്. അവർ വികസിപ്പിച്ചെടുത്ത മിസൈലുകൾ എത്രയാണ്, അതിൻ്റെ റേഞ്ച് പരിധി എത്രയാണ്, അതിൻ്റെ പ്രഹരശേഷി എത്രയാണ് എന്നത് സംബന്ധിച്ച് ആർക്കും ഒരു ഐഡിയയും ഇപ്പോൾ ഇല്ല എന്നതാണ്. ഒപ്പം തന്നെ ഇറാൻ ആണവ രാഷ്ട്രമാവാതിരിക്കാൻ എല്ലാ മുൻകരുതലുകളും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നിട്ടിറങ്ങി ചെയ്തുവെങ്കിലും ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം വളരെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ആ രീതിയിൽ അവർ അതിൻ്റെ ശേഷി കൈവരിക്കുകയും ചെയ്തൊരു രാജ്യം കൂടിയാണ്. അങ്ങനെയെങ്കിൽ ഈ യുറേനിയം സമ്പുഷ്ടീകരണവും അതിൻ്റെ ഫലമായിട്ടുള്ള അവരുടെ ആയുധ പ്രഹര ശേഷി, ആണവശേഷി അതെത്രയായിരിക്കും എന്നത് സംബന്ധിച്ച് ഊഹിക്കാൻ പലർക്കും കഴിയാത്ത ഒന്നാണ്. എന്നാൽ ഇസ്രയേലിൻ്റേത് പലതും പുറത്തു വന്ന വിവരവുമാണ്, എന്നാൽ പുറത്തു വരാത്ത വിവരങ്ങളുമുണ്ട്. പുറത്തു വന്നതിനേക്കാൾ പുറത്തു വരാത്ത കണക്കുകളെയാണ് ഓരോ രാജ്യവും ഭയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനെയും ഭയപ്പെടേണ്ടതുണ്ട്, ഇസ്രയേലിനെയും ഭയപ്പെടേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു ഗണത്തിൽ ഇപ്പോൾ വ്യോമ ആക്രമണത്തിൽ മുൻകൈ ഇസ്രയേലിനാണെങ്കിൽ നാവിക ആക്രമണത്തിൽ അല്ലെങ്കിൽ നാവിക കരുത്തിൽ ഇറാനാണ് മുൻകരുത്തുള്ളത്. അതോടൊപ്പം തന്നെ കാലാൾപ്പടയിൽ ഇസ്രയേലിനേക്കാൾ ഇറാനാണ് മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ കുറച്ച് കുറഞ്ഞു എന്നതുകൊണ്ടൊരു പക്ഷേ അത് ഫലപ്രദമായിട്ട് അതിൻ്റെ ആധികാരികതയും മേൽക്കൈയും ഏതെങ്കിലും രാജ്യത്തിന് ലഭിക്കും എന്ന് പറയാൻ കഴിയില്ല. നമുക്കറിയാം 6 ദിന യുദ്ധത്തിൽ പല രാജ്യങ്ങളും ഈജിപ്തിനോടൊപ്പം ചേർന്ന് ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്തതാണ്. പക്ഷേ ഈജിപ്തും 6 രാഷ്ട്രങ്ങളും ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന് മുൻപിൽ തകരുവാനുള്ള പ്രധാന കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് യുദ്ധതന്ത്രം ഇല്ലായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ പൊടുന്നനെ തന്നെ എയർക്രാഫ്റ്റുകൾ വന്ന് ഈജിപ്തിൻ്റെയും സഖ്യരാജ്യങ്ങളുടെയും എയർബേസുകളെല്ലാം തകർത്തുകൊണ്ടാണ് അന്ന് ഈ 6 രാജ്യങ്ങൾക്കെതിരെ ഇസ്രയേൽ വലിയ വിജയം നേടുന്നത്. യുദ്ധതന്ത്രമാണ് ഇവിടെ വളരെ പ്രധാനം, ആയുധത്തിൻ്റെ ബലങ്ങളല്ല. ആയുധത്തിൻ്റെ ബലങ്ങൾ ഘടകമാണെങ്കിൽ പോലും അവിടെയും യുദ്ധതന്ത്രം എന്താണ് എന്നത്, അതാണ് ഒരു യുദ്ധത്തിൻ്റെ ഗതിവിധി നിർണ്ണയിക്കുന്നത് എന്നത് നമ്മളിവിടെ എടുത്തു പറയണം. ഏതായിരുന്നാലും ആയുധ ഫലത്തിൽ ഇറാനേക്കാൾ മികവും ഇറാനേക്കാൾ കരുത്തും ഇറാനേക്കാൾ അപ്ഡേറ്റഡും ഇസ്രയേൽ ആണെങ്കിൽ പോലും ഇറാനും അങ്ങനെ എഴുതി തള്ളാൻ സാധിക്കുന്ന ഒരു രാജ്യം അല്ല. waytonikah.com, the exclusive Muslim matrimonial site.